IFFK-യിൽ കേന്ദ്ര സർക്കാർ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ആദ്യം എല്ലാ സിനിമയ്ക്കും അനുമതി നിഷേധിച്ചു, പിന്നീട് 154 സിനിമയ്ക്ക് അനുമതി നൽകി. കേന്ദ്ര നീക്കം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറും ചലച്ചിത്ര പ്രേമികൾ മാത്രമല്ല, ഉന്നതമായ സിനിമകൾ സംവിധാനം ചെയ്ത് നിർമ്മിച്ച അല്ലെങ്കിൽ സിനിമയുടെ വിവിധ സാങ്കേതിക മേഖലകൾ പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധരായ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പലസ്തീൻ്റെ 2 അംബാസിഡർമാർ തന്നെ പങ്കെടുക്കും. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള, ഒരുപക്ഷെ ഈ ലോകത്ത് ഇത്രയും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം, ജനങ്ങളുടെ പങ്കാളിത്തം, ചലച്ചിത്ര പങ്കാളിത്തം വരുന്ന മറ്റൊന്നിനും 10,000-കണക്കിന് ആൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അത്തരം ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണ്? സിനിമയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കം രാജ്യവിരുദ്ധമാണോ കാണിക്കേണ്ടത്? മനുഷ്യന് എന്തെങ്കിലും ജീവിതത്തിൽ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ തകരാറുണ്ടാക്കുന്ന സിനിമയാണോ കാണിക്കേണ്ട? നമ്മളൊരു സിനിമ കാണുന്നത് അതിൻ്റെ സാങ്കേതിക മികവ്, ആ സിനിമ നിർമ്മിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം, അതിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അതിൻ്റെ മറ്റ് മൗലികമായ പ്രസക്തികൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മേളയാണ് ഈ നടക്കുന്നത്. വെറുതെ ഒരു മേളയല്ല കേരള ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മേളയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ഭാഗം. 2, സിനിമാ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മേളയാണിത്. രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. സിനിമാ ടൂറിസം നമ്മൾ വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നൊരു കാലത്ത് ഇപ്പം നമ്മുടെ സിനിമാ ടൂറിസം സംബന്ധിച്ച് വിശദമായ ചർച്ച ടൂറിസം മന്ത്രിയുമായിട്ട് നമ്മളിപ്പോൾ നടത്തി. കോൺക്ലേവ് നമ്മൾ ചർച്ച ചെയ്തു. കോൺക്ലേവിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടിരുന്ന സിനിമാ പോളിസിയിൽ സിനിമാ ടൂറിസം ഒരു പ്രധാന സബ്ജക്റ്റാണ്. കാരണം സിനിമാ ടൂറിസത്തിലൂടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാര്യമായ കാതലായ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ തരത്തിലും കേരളത്തെ ദ്രോഹിക്കുക. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പോൾ 2,000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. നമുക്ക് ഇവിടുന്ന് പൈസ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഒരുപക്ഷേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ തന്നെ കേരളമാണ് അവരുടെ പ്രശ്നം. കേരളം എന്ത് ചെയ്യുന്നു? കേരളം സിനിമാ മേള നടത്തിയാൽ പോലും അതിനെ നേരിടുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഈ 19 സിനിമകളും പറയുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് സംഘപരിവാർ സർക്കാർ ഭയപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും സർക്കാർ അടക്കം ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞത്? തീർച്ചയായിട്ടും സിജു, അത് തന്നെയാണ്. IFFK 184 ചിത്രങ്ങൾക്കാണ് അനുമതിക്ക് നൽകിയത്. പക്ഷേ അതിൽ വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ആരെയാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഒരു പക്ഷേ മേള അടുത്ത വർഷം നടക്കുമോ എന്ന് തന്നെയുള്ള ആശങ്കയാണ് മന്ത്രി പ്രകടിപ്പിച്ചത്. കാര്യം ഇത്തരത്തിൽ കേരളത്തിൽ നടത്തുന്ന ഇത്തരം മേളകളെ പോലും, അല്ലെങ്കിൽ അത്തരം വിദേശ സിനിമകളെ പോലും, അതിലെ രാഷ്ട്രീയത്തെ പോലും ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തങ്ങളുടെ ശക്തമായ പ്രതിഷേധം. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.